നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശ കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ജില്ലാ കമ്മിറ്റി. വറുതിക്കിടയിൽ ആശ്വാസവുമായി MA യൂസഫ് അലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര യാഥാർത്ഥ്യമാക്കിയ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വിവിധയിടങ്ങളിൽ KSRTC ബസ്സിന് സ്വീകരണം. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. തീരദേശ കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് മഴക്കാലത്ത് കൊടുത്തുവരുന്ന സാമ്പത്തിക ധനസഹായം മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കുക, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം വീഴ്ച വരുത്തിയത് പുനഃസ്ഥാപിക്കുക, തീരദേശ കടൽ ഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കുക, പുലിമുട്ട് നിർമ്മിച്ച് ശാസ്ത്രീയ രീതിയിൽ കടൽ ഭിത്തി നിർമ്മാണം നടത്തുക എന്നിവ യോഗം ആവശ്യപ്പെട്ടു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃയോഗത്തിൽ PV ചന്ദ്രബാബു, മോഹൻദാസ് കടകത്ത്, ജോഷി മൂത്തകുന്നം, ബാലൻ, ശശി, സതീഷ്, ചന്ദ്രബോസ്, രാജേഷ് കോവിൽ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം VPM ഹയർ സെക്കൻഡറി സ്കൂളിലെ 92 ബാച്ച് SSLC കൂട്ടായ്മ B1 ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും എടമുട്ടം കമ്മാറ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ B1+2 ടോപ്പർ അവാർഡ് കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് സമ്മാനിച്ചു. മെമന്റോയും 3001 രൂപയുടെ ക്യാഷ് പ്രൈസും ഉൾപ്പെടുന്നതാണ് അവാർഡ്. പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഇലക്ട്രിസിറ്റിയിലെ ഒരുപാട് ഓട്ടോമേഷനുകളുണ്ട്. അതിനുശേഷമാണ് ഇന്റർനെറ്റ് ഉണ്ടാക്കി ഇപ്പം വളരെ വലുതായിരുന്നു. പിന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇപ്പോൾ AI നിർമ്മിത ബുദ്ധി. അപ്പൊ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ജീവിക്കുന്ന തലമുറയാണ്. സാധ്യതകൾ ഒട്ടനവധിയാണ്. ഒരുപാട് സാധ്യതകൾ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. B1 പ്രസിഡന്റ് സ്മിത TD അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ KM മഹിബാൽ, ഷാജി കണ്ണങ്കാട്ടിൽ, KM അബ്ദുൽ മജീദ്, സിനിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ മാർഗനിർദ്ദേശവും AI സാധ്യതകളും എന്ന വിഷയത്തിൽ പ്രത്യേക കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, മാറിവരുന്ന തൊഴിൽ മേഖലകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം, ഭാവിയിൽ തൊഴിൽ അവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസിൽ അവതരിപ്പിച്ചു. വലപ്പാട് കൂരിത്തറ തിരുപ്പഴഞ്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KTRA പ്രസിഡന്റ് നൌഷാദ് രായമരക്കാർ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗീതാഗോപി MLA അനുമോദിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ T ജയകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ രശ്മി ഷിജോ, ബിന്ദു മോഹനൻ, നസീമ ബഷീർ, സെക്രട്ടറി ഷൈൻ മൂത്താമ്പറമ്പിൽ, PRO ജെൻസൺ വലപ്പാട്, വൈസ് പ്രസിഡന്റുമാരായ സമിത അനിൽകുമാർ, റഷീദ് അമ്പലത്ത് വീട്ടിൽ, മെമ്പർമാരായ സതീശൻ മൂത്താമ്പറമ്പിൽ, രാമനാഥൻ മൂത്താമ്പറമ്പിൽ, RJ സുബ്ബു, ലിജി സതീശൻ, ഷാനിമ ഷൈൻ, ലളിത സതീശൻ, രഹന നൌഷാദ്, അനിൽകുമാർ തേറമ്പത്ത്, മുഹമ്മദ് അലി പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. അസോസിയേഷനിലെ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റും വിതരണം ചെയ്തു. ഈ സാമൂഹ്യ രംഗത്തുള്ള മുഴുവൻ പ്രവർത്തകരും ഇവിടെ ഒത്തുകൂടി ലഹരിക്കെതിരെ പോരാടുക. അത്തരത്തിലുള്ള ഒരു ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ തെല്ലൊരു ആശ്വാസം തോന്നിയ രംഗമാണ്. കാരണം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ പോലും സൂര്യജീവിതം ഇല്ലാതാക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. കുട്ടികളെ പോലും സ്വസ്ഥമായി സ്കൂൾ കോളേജുകളിൽ വിടാൻ നമുക്ക് പറ്റാത്തൊരു സ്ഥിതി. ഇന്ന്
ഒരു പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ടി വിയും ന്യൂസുകളും പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണ് അല്ലേ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് മകൻ മയക്കുമരുന്ന് കഴിച്ച് അമ്മയെ കഴുത്തറുത്ത് കൊന്ന സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? എത്രമാത്രം ദാരുണമായ ഒരു മരണമായിരിക്കും അവർക്കുണ്ടായത്. മകൻ ചെയ്യുന്ന പ്രവൃത്തി മകനെ പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് സമൂഹത്തിൽ. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താനല്ല. കേരള കർഷക സംഘം നാട്ടിക ഏരിയ സമ്മേളനം സമാപിച്ചു. വലപ്പാട് കോതകളം സെന്ററിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. വലപ്പാട് ചന്തപ്പടിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS ഷജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, രാജിഷ ശിവജി, TS മധുസൂദനൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, KK കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി PS ഷജിത്ത്, VK ജ്യോതിപ്രകാശ്, രജനി ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷക ജനസാമാന്യത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരിടവേള. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manappuram Geeta Ravi Public School. The joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം സൗജന്യ യാത്ര അനുവദിച്ചതിന് അഭിവാദ്യം അർപ്പിച്ച മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിന് സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, BG അശോകൻ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, വാസു വളാഞ്ചേരി, ടോണി അത്താണിക്കൽ, ടോളി വിനീഷ്, ബീന തോമസ്, സുനിത ബാബു, കവിത രാമചന്ദ്രൻ, ജിൻസി തോമസ്, CN പ്രഭാകരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, സത്യൻ കളരിക്കൽ, പീതാംബരൻ രാരമ്പത്ത് എന്നിവർ സംസാരിച്ചു. അവരുടെ സേവനം വേണമെന്ന കാഴ്ചപ്പാടിൽ അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർക്ക് കേരളത്തിലെ ആകമാനം സൗജന്യ യാത്ര അനുവദിക്കുവാൻ UDF സർക്കാർ തീരുമാനമെടുക്കുകയും അത് ഇന്നലെ നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും
വമ്പിച്ച സ്ത്രീ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു തീരുമാനമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സമഗ്ര ശിക്ഷ കേരളം തൃശൂർ BRC അന്തിക്കാട് ഓട്ടിസം സെന്ററിൽ നടത്തിയ പ്രവേശനോത്സവം വർണ്ണാഭമായി. വെസ്റ്റ് AEO PJ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് ട്രഷറർ ഷാലി വർഗീസ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. BPC ഡോക്ടർ K ഉമാദേവി അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജില്ലി, മണലൂർ ഗവൺമെന്റ് LP സ്കൂൾ HM ജോസി എന്നിവർ സംസാരിച്ചു. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി 1 മില്യൺ തൂഫാൻ ഗോൾസ് ആൻഡ് വേൾഡ് കപ്പ് 2026 വാടനപ്പള്ളി GHSS സ്കൂളിൽ തുടക്കമായി. വികസന സമിതി ചെയർമാൻ BB അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ വിദ്യാർത്ഥികൾ പെനാൽറ്റി ഷൂട്ടൌട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ്, മദർ PTA പ്രസിഡന്റ് RM സുൽഫത്ത്, സ്കൂൾ പ്രിൻസിപ്പാൾ PM കണ്ണൻ, HM ഇൻചാർജ് സൈജ, ശാരിക, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരായ ഷെരീഫ്, ആശിഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിസ്ഥലമില്ലാത്ത പോരായ്മ നമുക്ക് വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായി ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥല സൗകര്യമൊന്നും നമുക്കില്ല. എങ്കിലും ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ കുട്ടികളും ഫുട്ബോൾ കളി ഉത്സാഹത്തോടെ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച മഹിളാ കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സിന് സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് യാത്രക്കാർക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റായ അഡ്വക്കേറ്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുഗന്ധി ഗിരീഷ്, ഫാത്തിമ ജലീൽ, സുജാത ഹരിഹരൻ, ആമിനക്കുട്ടി, യൂസഫ് സനില, ബൈജു ഷക്കീന, ഷംസുദ്ദീൻ, കോൺഗ്രസ് നേതാക്കളായ സേവിയർ, ദിബിൻ, ആസിഫ് അലി, ജുബുമോൻ, ഷൌക്കത്ത്, പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി UDF സർക്കാർ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പ്രിയദർശിനി എന്ന പേരിൽ സൗജന്യ യാത്ര നൽകിയിരിക്കുകയാണ്. കേരളമെമ്പാടുമുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാനടക്കമുള്ളവർ വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ, ദൂരെ പോയി വീട്ടുപണി ചെയ്യുന്നവർ, നമ്മുടെ റോഡ് വക്കിലിരുന്ന് പച്ചക്കറി ലോട്ടറിയൊക്കെ കച്ചവടം ചെയ്യുന്ന അമ്മമാർ, അങ്ങനെ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന ഒട്ടനവധി സഹോദരിമാർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇതിനെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുന്നവർ അടിസ്ഥാന ജനവിഭാഗങ്ങളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ആലപ്പാട് ശ്രീ ശാസ്ത ചിന്തുപാട്ട് സംഘം 5ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആലപ്പാട് മഠത്തുംപടി വനശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നടത്തിയ ചടങ്ങിൽ സ്വാമി പൂജയും ടീം വർണ്ണമയൂര ചിന്തുപാട്ട് സംഘത്തിലെ ഗുരുക്കന്മാർക്ക് സ്നേഹാദരവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് സുമിത ശിവരാമൻ, ധന്യ സോമൻ, മനോജ്, വിനയൻ, ഷൈൻ, സുനിൽ, അനീഷ്, ഷനിൽകുമാർ, സോമശേഖരൻ, രേണുക എന്നിവർ നേതൃത്വം നൽകി. Yoga
ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടങ്ങിയതോടെ ദുരിതത്തിലായ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. കാലവർഷവും ട്രോളിംഗ് നിരോധനവും തുടങ്ങിയതോടെ വറുതിയിലായ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA ഭക്ഷ്യക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വറുതി കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച യൂസഫ് അലിയുടെ പിന്തുണയ്ക്ക് MLA നന്ദി രേഖപ്പെടുത്തി. കാലങ്ങളായി MA യൂസഫ് അലി ജന്മനാട്ടിലെ നാട്ടുകാർക്കായി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സഹായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഗീതാ ഗോപി കൂട്ടിച്ചേർത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, വാർഡംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് CMDയുടെ സെക്രട്ടറി EA ഹാരിസ്, ലുലു മീഡിയ ഹെഡ് NB സുരാജ്, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി KP നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളി പ്രതിനിധി സുബൈർ നാട്ടിക എന്നിവർ സംസാരിച്ചു. യൂസഫ് അലി സാറിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ 2011 MLA ആയി ഇവിടെ ചുമതലയെടുത്തപ്പോൾ ആ ചുമതല ഞാൻ നിയമസഭാ അംഗം എന്ന നിലയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അന്ന് എൻ്റെ പാർട്ടി ലീഡറായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നുള്ള സുഭാഷ് ചന്ദ്ര മാഷൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റ കാര്യമാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. MLA, ഈ കസേര നമുക്ക് അലങ്കാരമാവരുത്. എത്ര വലിയ ഉന്നത കസേര കിട്ടിയാലും നാട്ടിലെ ജനങ്ങൾ നൽകിയതാണ് എന്നൊരു ഓർമ്മ എന്നും ഉണ്ടാകും. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ MLAയോട് പറയാനുള്ളൂ. മത്സ്യത്തൊഴിലാളി മേഖലയാണ്. നിഷ്കളങ്കരായ ഞങ്ങളുടെ ജനങ്ങൾ, നിങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വന്ന ഒരു MLA, ആ നിലയിൽ എനിക്ക് പറയാൻ ഒറ്റ വാക്കുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കും കുടുംബങ്ങൾക്കും തീരദേശ മേഖലയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഈ തീരദേശ മേഖലയിൽ വലിയൊരു ജനകീയ ഇടപെടൽ നടത്തണം. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ 2026-27 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് PM സുജിന്ത് അധ്യക്ഷനായി. സീനിയർ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ നോമിനി ഡേവിസ് സെബാസ്റ്റ്യൻ റെൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി PG ബിപിൻനാഥ് പ്രവർത്തന വർഷത്തെ റിപ്പോർട്ടും ട്രഷറർ K. അജിത് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലയിലെ ഗുസ്തി കായിക രംഗത്തിന്റെ പുരോഗതിയെക്കുറിച്ചും വരും വർഷങ്ങളിൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട മികച്ച പരിശീലന സൗകര്യങ്ങളെക്കുറിച്ചും യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു. ഈ വർഷത്തെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആനന്ദപുരം സെന്റ് ജോസഫ് സ്കൂളിൽ നടത്താൻ തീരുമാനമായി. ജില്ലയിലെ കായിക പ്രതിഭകളും ക്ലബ്ബ് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ഹാപ്പിനെസ് മതിലകം പദ്ധതിക്ക് തുടക്കമായി. അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലേറ്റ് വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ PH നിയാസ് വിഭാവനം ചെയ്ത ഹാപ്പിനെസ് മതിലകം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞു സമ്മാനം എന്ന പരിപാടിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മതിലകം ഡിവിഷനിലുള്ള എല്ലാ അംഗൻവാടി കുട്ടികൾക്കും ഡിജിറ്റൽ മാജിക് സ്ലേറ്റുകൾ വിതരണം ചെയ്യുന്നു. പദ്ധതിയുടെ ഡിവിഷൻ തല ഉദ്ഘാടനം മതിലകം 13-ാം വാർഡിലെ കളരിപ്പറമ്പ് നവോദയ അംഗൻവാടിയിൽ നടന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു കുട്ടികൾക്ക് ഡിജിറ്റൽ മാജിക് സ്ലേറ്റുകൾ വിതരണം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, രതി ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാരായ സിൽഷ, ബിജി, ഷിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മരംമുറി തൊഴിലാളികളുടെ സംഘടനയായ ഓൾ കേരള വുഡ് കട്ടിംഗ് ആൻഡ് ക്ലൈംബിംഗ് ലേബേഴ്സ് യൂണിയന്റെ ജില്ലാ ഭാരവാഹികളുടെ യോഗം കയ്പമംഗലം ചെളിങ്ങാട് നടന്നു.
മരമുറി തൊഴിലാളികളുടെ സംഘടനയായ ഓൾ കേരള വുഡ് കട്ടിംഗ് ആൻഡ് ക്ലൈംബിംഗ് ലേബേഴ്സ് യൂണിയന്റെ ജില്ലാ ഭാരവാഹികളുടെ യോഗം കയ്പമംഗലം ചളിങ്ങാട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അഫ്സൽ മുളവൂർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബിജു ജോർജ് അധ്യക്ഷനായി. ട്രഷറർ മുസ്തഫ, സംസ്ഥാന കമ്മിറ്റി അംഗം ഇസ്മായിൽ കൊടുവള്ളി എന്നിവർ സംസാരിച്ചു. തൊഴിലാളികൾ നേരിടുന്ന വിവിധ തൊഴിൽപരവും സാമൂഹികവുമായ പ്രതിസന്ധികൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. മരമുറി മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് ആവശ്യമായ ഇന്ധന ലഭ്യതയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായി യോഗം വിലയിരുത്തി. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിക്കാൻ സംഘടന തീരുമാനിച്ചു. പരിപാടിയുടെ ഭാഗമായി ഓറിയന്റൽ ഇൻഷുറൻസിന്റെ ബിസിനസ് അസോസിയേറ്റ് ജോഷി അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ സംഘടനയുടെ വാർഷിക സംസ്ഥാന സമ്മേളനം ഒക്ടോബർ മാസത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ രോഗവ്യാപനം തടയുന്നതിനും വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി ക്ലാസുകളും ആരോഗ്യ പരിശോധനകളും നടത്തി. ചന്ദ്രാപിന്നി SRV UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിഞ്ചു ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AS രബിത, KS ആനന്ദ് എന്നിവർ ഷിഗല്ല രോഗത്തിന്റെ ലക്ഷണങ്ങൾ, രോഗവ്യാപന മാർഗങ്ങൾ, പ്രതിരോധ നടപടികൾ എന്നിവ വിശദീകരിച്ചു. ശുചിയായ കുടിവെള്ളം ഉപയോഗിക്കുക, ഭക്ഷണത്തിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക, വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. ബോധവൽക്കരണ പരിപാടിക്ക് വിദ്യാലയത്തിന്റെ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് മീര P. രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് TA ഫസീന, അധ്യാപകർ, MLSPമാർ, ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ഷൈനി PV. ഞാൻ 2025 ജൂൺ 4-ാം തീയതിയാണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായി ചുമതലയേറ്റത്. കഴിഞ്ഞ 2026 മാർച്ച് SSLC പരീക്ഷയിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ 100% വിജയമാണ് നമ്മുടെ സ്കൂളിന് കിട്ടിയത്. അതുപോലെ 4 ഫുൾ A+ ലഭിച്ചിരുന്നു. ഈ വിജയം നമ്മുടെ സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെയും കഠിനമായ പ്രയത്നത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിജയമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ പേര് ഷജറത്ത്. ഞാൻ നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. 2025-26 അക്കാഡമിക വർഷത്തിൽ നമുക്ക് നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറിക്ക് 4 ഫുൾ A+, 2 5 A+ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ വിജയ ശതമാനവും വർദ്ധിച്ചു. അതിൻ്റെ ആ ഒരു നേട്ടം ലഭിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ശ്രമവും ഒക്കെയാണ് നമ്മളെ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇനി വരുന്ന വർഷങ്ങളിലും വിജയം നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ A+കളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. മുൻകാലങ്ങളിൽ നിന്നും അച്ചടക്കവും അതോടൊപ്പം തന്നെ വിജയവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും അത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഇനി മികച്ച വിജയങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി വരുന്ന വർഷങ്ങളിലും കുട്ടികൾക്ക് മികച്ച വിജയവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് സുഗന്ധി. ഇവിടെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരദേശത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പിന്നെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ പഠിച്ച് A+ വാങ്ങിച്ച് പാസ്സായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾക്ക് ഇവിടെ 100% തന്നെയാണ് കിട്ടുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളിവിടെ നല്ലൊരു ടീമാണ്.
നല്ലൊരു ടീം വർക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ പി ടി എയുടെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. HM അതുപോലെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും PTA മെമ്പേഴ്സും എല്ലാവരും അതുപോലെ നമ്മൾക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടാണ് കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു വിജയം നേടിയെടുക്കാൻ പറ്റിയത്. ഇപ്രാവശ്യം വാല്യുവേഷനും എല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, കുറച്ച് കട്ടിയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എന്നിട്ട് പോലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എൻ്റെ പേര് സബ്ന. ഞാൻ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. സോഷ്യൽ എടുക്കുന്ന അധ്യാപികയാണ്. ഓൾറെഡി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ തീരദേശത്ത് നിന്ന് ഉള്ളൊരു സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ ഹാർഡ് വർക്കും ടീച്ചേഴ്സിൻ്റെയും PTA-യുടെയും ഒക്കെ ഒരു എഫേർട്ട് കൊണ്ടാണ് ഇത്ര നല്ലൊരു വിജയം നമുക്ക് ഉണ്ടായത്. സത്യത്തിൽ ഈ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. അതിന് കാരണക്കാരായ ഞങ്ങളുടെ കുട്ടികളെ ഈ അവസരത്തിൽ ഞാനൊന്ന് അഭിനന്ദിക്കുകയാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സിൽ സ്കൂളിൽ ഈ വർഷം കിട്ടിയിട്ടുള്ള വിജയങ്ങളിൽ A+ വിജയം നോക്കുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ട് പോലും, അതായത് സ്റ്റേറ്റ് ലെവലിൽ സ്പോർട്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിയായിട്ട് പോലും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒക്കെ വെയിറ്റേജ് ഉണ്ടായിട്ട് പോലും അതൊന്നും ആവശ്യമില്ലാതെ തന്നെയാണ് അവർ A+ സ്കോർ ചെയ്തത്. ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികൾക്കാണ്, പക്ഷെ അവർ അതിൻ്റെ ആവശ്യം വന്നില്ല A+. അത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ മറ്റെല്ലാ കുട്ടികളും 73 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയിരുന്നത്. 73 കുട്ടികൾക്കും നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റി. ഈ പറയുന്ന ഗ്രേഡ് നോക്കിയാലും നല്ല നിലവാരമുള്ള ഗ്രേഡാണ് എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ രാംലാൽ, ഗവൺമെൻറ് ഫിഷറീസ് HSS സ്കൂളിലെ മലയാള അധ്യാപകനാണ്. ഇക്കൊല്ലം ഞങ്ങൾക്ക് +2 വിഭാഗത്തിൽ മികച്ചൊരു വിജയമാണ് കിട്ടിയത്. 4 ഫുൾ A+ കിട്ടി. അതോടൊപ്പം തന്നെ 2 കുട്ടികൾക്ക് 5 വിഷയത്തിൽ A+ കിട്ടി. ഇവിടെ പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സിലും അതോടൊപ്പം തന്നെ ആർട്സിലും ഒരുപാട് മികവുകൾ പുലർത്തുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആൻസി സോജൻ ഉദാഹരണമാണ്. അപ്പം എല്ലാവർക്കും ഈ വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് കേദാർനാഥ്. ഞാൻ നാട്യ സ്കൂളിലാണ് പഠിക്കണത്. ഈ വർഷത്തെ 10ാം ക്ലാസ് ഫുൾ A+ ആയിരുന്നു എനിക്ക്. ഇവിടുത്തെ ടീച്ചർമാർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് നമ്മുടെ പാരൻസ് എത്ര നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും നമ്മളുടെ പെരുമാറ്റം. പിന്നെ എൻ്റെ പാരൻസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡല്. എനിക്ക് അവർ തന്ന സപ്പോർട്ട് ഇവിടുത്തെ ടീച്ചർമാരും തന്ന കാരണമാണ് എനിക്ക് ആ ഒരു വലിയ കടമ എളുപ്പം പോലെ കടക്കാൻ പറ്റിയത്. എൻ്റെ പേര് ലാവണ്യ. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ എനിക്ക് ഫുൾ A+ കിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് അനന്യ. ഇപ്രാവശ്യത്തെ SSLCയിൽ 9 A+ ഉണ്ടായിരുന്നു. എൻ്റെ പേര് അദ്വിക രാജ്. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ എനിക്കും 10 A+ ഉണ്ടായിരുന്നു. എൻ്റെ പേര് അനന്യ PJ. ഇപ്രാവശ്യത്തെ SSLC എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷ, അതായത് 2025-26 SSLC പരീക്ഷ ഭയങ്കര അധികം കട്ടിയുള്ള സിലബസ് ആയിരുന്നു. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ട്. ഈ വർഷമാകെ 30,000 സംതിങ് പേർക്ക് ആകെ ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു 4 പേർക്ക് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഈ സിലബസിൽ നിന്ന് എല്ലാവരും ഫുൾ പാസ് 100% വിജയം ഞങ്ങളുടെ സ്കൂളിനെ നേടിത്തന്ന ഞങ്ങളുടെ ടീച്ചർക്കും പിന്നെ ഞങ്ങളുടെ പേരൻസിനും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്പെഷ്യൽ ക്ലാസ്സുകൾ, അതായത് വൈകുന്നേരം 6 മണി വരെ ഞങ്ങൾക്ക് ടീച്ചർമാർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നേരം വിളിച്ചാലെടുക്കും. അതുപോലെ കുറവുള്ള പിന്നോക്കമുള്ള കുട്ടികൾക്ക് പ്രത്യേകതര ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇട്ടിട്ടായിരുന്നു ഞങ്ങളെ ടീച്ചർമാർ പഠിപ്പിച്ചിരുന്നത്. എൻ്റെ പേര് അസ്ലം. കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചിരുന്നത്. എൻ്റെ പേര് ജന്നർ. ഞാൻ കൊമേഴ്സാണ് പഠിച്ചിരുന്നത്. എൻ്റെ പേര് കാർത്തിക് മാനൽ. ഞാൻ പഠിച്ചത് നാട്യ ഫിഷറീസ് കൊമേഴ്സിലാണ്. ഞാൻ ലക്ഷ്മിപ്രിയ. ബയോമാത്സ് ആയിരുന്നു. എൻ്റെ പേര് സഹല. ഞാനും ബയോസയൻസ് തന്നെ ആയിരുന്നു. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല സ്കൂൾ തന്നെയാണ്. ഞാൻ 10th വരെ CBSEയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു അനുഭവം തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെ ആയിരുന്നു ഇവിടെ എനിക്ക് കിട്ടിയത്. പിന്നെ ഈ സ്കൂളിൽ ഞാൻ NSSൻ്റെ ഒരു ഭാഗമായിരുന്നു. നല്ലൊരു വോളണ്ടിയർ ആവാൻ പറ്റി. പിന്നെ ഇവിടുത്തെ പഠിപ്പിനെ പറ്റി പറയുകയാണെങ്കിലും ടീച്ചേഴ്സ് വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് കൂടി തന്നെയാണ് എനിക്ക് ഈ ഒരു ഫുൾ A+ കിട്ടിയത്. ഈ സ്കൂളിൽ വളരെയധികം നല്ലൊരു ഗ്രൗണ്ടും അന്തരീക്ഷമാണ്. താങ്ക് യു.
ഞാൻ ഇവിടെ ഫിഷറീസിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഹൈസ്കൂളും 8th തൊട്ട് +2 വരെ ഇവിടെ തന്നെ പഠിച്ചത്. നല്ല സ്കൂളാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് ഉള്ളത് കൂടിയാണ് എനിക്ക് ഇവിടെ ഫുൾ A+ കിട്ടാൻ പറ്റിയത്. 10th ഫുൾ A+ ആയിരുന്നു. നല്ല ഹാപ്പിയാണ്. പിന്നെ ഇവിടെ സ്കൂളിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്, നല്ല ലാബ് ഉണ്ട്, നന്നായി പഠിപ്പിച്ചു തന്നു ടീച്ചേഴ്സ്. നല്ല എഫക്റ്റീവായിട്ട് എല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു. ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ടീച്ചേഴ്സിനോടും വീട്ടുകാരോടും തന്നെയാണ്. കാരണം +2 ഫുൾ A+ കിട്ടാൻ തന്നെ കാരണം ഇവരൊരു സപ്പോർട്ട് തന്നെയാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടായാലും ടീച്ചർമാരുള്ള സപ്പോർട്ടായാലും നന്നായി എനിക്ക് +2 A+ കിട്ടാൻ സഹായിച്ചു. പിന്നെ സ്കൂൾ അടിപൊളി തന്നെയാണ്. ഞാൻ 10 വരെ CBSEയിലാണ് പഠിച്ചത്. ആദ്യം +1 തൊട്ടാണ് ഞാൻ സ്റ്റേറ്റിലേക്ക് കടക്കണത്. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. എല്ലാവരോടും താങ്ക് യു, നന്ദി. ഫസ്റ്റ് തന്നെ എല്ലാവരോടും താങ്ക് യു, ടീച്ചർമാരോടും വീട്ടുകാരോടും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. സ്കൂളിൽ നിന്നായാലും ഞാനും 10th വരെ CBSE തന്നെ ആയിരുന്നു. പിന്നെ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി, ടീച്ചർമാരെങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴായാലും എല്ലാ ടീച്ചർമാരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഠിപ്പിന് മാത്രമല്ല സ്പോർട്സിനായാലും ആർട്സിനായാലും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരോടും താങ്ക് യു, എല്ലാവരോടും അനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ. താങ്ക് യു. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമീണ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് സൈനുദ്ദീൻ. ഞാൻ മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ HM-ആണ്. ഈ പ്രദേശത്ത് വലപ്പാട് ഉപജില്ലയിൽ നമുക്ക് 141 കുട്ടികൾ എന്നുള്ള നിലയിലാണ് നമ്മുടെ സ്ഥാപനം SLC പരീക്ഷ എഴുതിപ്പിച്ചത്. നമുക്ക് നല്ല വിജയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അവരെ അക്കാഡമിക് നിലയിൽ അവരെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മുടെ സ്ഥാപനം, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ്, വടനപ്പള്ളി ഓർഫനേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്നുള്ളൊരു എഫർട്ട് നമ്മുടെ സ്ഥാപനം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അധ്യയന വർഷത്തെ ഒരു റിസൾട്ട് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ ഒരു കുട്ടി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഒപ്പം തന്നെ ഈ ഉദ്യമത്തിന് ഇത്തരത്തിൽ കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ഇവരെല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. വിവിധ സ്കൂളുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രോത്സാഹനം നൽകി വരികയാണ്. പ്രത്യേകം അവർക്ക് നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ യൂസഫ് അലി, മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ മാനേജറാണ്. 2025-26 കാലഘട്ടത്തിലെ SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി ഗ്രാമ്യ ചാനൽ ഒരുക്കിയിട്ടുള്ള ഈ അവസരത്തിന് മാനേജർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ വിദ്യാർത്ഥികളോടൊപ്പമാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു മോനെ? ഇൻതാജ്. ഷബാ പർവീൻ. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. സിലബസ് മാറുന്നുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിപ്പോ പെട്ടെന്ന് പേപ്പറൊക്കെ മാറുമ്പോ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറുമ്പോ ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തുണ്ടായിരുന്ന സപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത്? വളരെയധികം നല്ല അടിപൊളിയായിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോ നമ്മുടെ കുട്ടികൾ ഹാപ്പിയാണ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ അവർ അടിപൊളിയായിട്ട് അവരോടൊപ്പം നിന്നിട്ടാണ് അവരെ പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്.
ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശ കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ജില്ലാ കമ്മിറ്റി. വറുതിക്കിടയിൽ ആശ്വാസവുമായി MA യൂസഫ് അലി. നാട്ടികയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര യാഥാർത്ഥ്യമാക്കിയ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വിവിധയിടങ്ങളിൽ KSRTC ബസ്സിന് സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.